SIR-ൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, ഡിസംബറിൽ പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. എന്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്? നവംബർ ഡിസംബർ മാസങ്ങളിൽ നമ്മൾ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണല്ലേ? വിജയകുമാർ, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾക്കിടയിലാണ് ഇന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കറും ഒപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നടത്തിയ പ്രതികരണത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സമയക്രമങ്ങൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പ്രഖ്യാപിച്ചത്. നവംബർ ഡിസംബർ മാസങ്ങളിലായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക അന്തിമമാക്കൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിന് തീയതികൾ പ്രഖ്യാപിക്കുക എന്ന നടപടിക്ക് മുന്നോടിയായി മറ്റു ചില നടപടികൾ കൂടി ബാക്കിയാണ്. അത് വാർഡുകളുടെയും മറ്റും സംവരണം എന്തൊക്കെയാണെന്ന തരത്തിൽ നറുക്കെടുപ്പ് നടക്കേണ്ടതുണ്ട്. അത് 30-ാം തീയതിയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് നവംബർ ഡിസംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്. ശ്രീജിത്ത്, ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനത്തിന്റെ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനിടയിൽ അത്തരം ഒരു പരിഷ്കരണം ആ നിലയിൽ അത് പുതുക്കൽ പ്രായോഗികമല്ല എന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിലപാട്, സർവകക്ഷി യോഗത്തിന്റെ തീരുമാനമൊക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നാണ് വരേണ്ടത്. അതിൽ എന്തെങ്കിലും ഒരു പരാമർശം ഇന്നത്തെ ഈ ചർച്ചകളിലോ കൂടിക്കാഴ്ചയിലോ ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, ഈ സംസ്ഥാനത്തെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR നീട്ടിവെക്കുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പ്രകടിപ്പിച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം നടത്തിയ പ്രതികരണം. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ഒപ്പം തന്നെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെയും ജോലികൾ നിർവഹിക്കേണ്ടത് ഒരേ ഉദ്യോഗസ്ഥ സംവിധാനമാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജോലികൾ നടക്കുന്നതിനിടെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൂടി വന്നാൽ ഈ രണ്ട് പ്രവർത്തികൾ തമ്മിൽ ക്ലാഷ് ഉണ്ടാവും. അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാകൽ ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിച്ചാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നലെ തന്നെ ഈ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സമീപിച്ചിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അക്കാര്യത്തിൽ തീരുമാനം വൈകാതെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അനുകൂല തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യെസ്, ഇക്കാര്യത്തിൽ SIR-ൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞത്. നമ്മൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും എന്ന സൂചനയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.